അല്ലേ നമുക്ക് അതിൻ്റെ കുറച്ച് കാര്യങ്ങളങ്ങ് പറഞ്ഞു തുടങ്ങാം. അപ്പോഴത്തേക്ക് അവരും അരോമൽ വന്നു. അങ്ങ് പറയട്ടെ പിള്ളേരെ. ശരി ശരി ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളത് പറഞ്ഞു ഇതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഒരു ഓരോരുത്തർ അവരുടെ ഇനിഷ്യൽ റൂട്ടിംഗ് ടേബിൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ അതിനകത്ത് അവരുടെ ഫൈനൽ റൂട്ടിംഗ് ടേബിൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്നും അതിൻ്റെ ഷെയർ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നു. അത് ഇപ്പം ഞാനിപ്പം സ്ക്രീൻ ഷെയർ ചെയ്തേക്കുന്നതൊക്കെ നോക്കിയാൽ മതി. അപ്പോൾ അത് തന്നെയാണ് ഞാനിപ്പോൾ പോയിന്റുകളായിട്ട് ഇതിനകത്ത് ടേബിളിനകത്ത് പറഞ്ഞേക്കുന്നത്. നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഓരോരുത്തരും അവരുടെ കോസ്റ്റ് ആഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ കോസ്റ്റ് ആഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ അയച്ചു കൊടുക്കുമ്പോൾ ഉള്ള എല്ലാം ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ നെക്സ്റ്റ് നോഡ് എൻട്രി ഡിഫറൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം, നെക്സ്റ്റ് നോഡ് എൻട്രി സെയിം ആണെങ്കിൽ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാമാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. ഇനി എന്താണ് ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നത്, അതായത് ഈ പറഞ്ഞ ഷെയറിങ് എപ്പോഴൊക്കെ നടത്തണം, എപ്പോഴൊക്കെ നടത്തണം എന്നുള്ളതാണ്. അതായത് രണ്ട് രീതിയിലാണ് നമ്മൾ ഇതിനകത്ത് ഡേറ്റ നമ്മൾ ഷെയർ ചെയ്യാറുള്ളത്. നമ്മൾ ഈ പറഞ്ഞ സാധനം രണ്ട് രീതിയിലാണ് ഷെയർ ചെയ്യാറുള്ളത്. അതെന്ന് പറയുന്നത് ഒന്ന് നമ്മൾ പീരിയോഡിക്കായിട്ട് അപ്ഡേറ്റ് എന്ന് പറയുന്നത് പീരിയോഡിക്കായിരിക്കും. പീരിയോഡിക് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, നമ്മളൊരു പർട്ടിക്കുലർ ടൈം പീരീഡ് കൂടുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവരും അവരവരുടെ റൂട്ടിംഗ് ടേബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അയച്ചു കൊടുക്കും. ഉദ്ദേശിച്ചത് നമ്മൾ റൂട്ടിംഗ് ടേബിൾ എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നത്, എപ്പോഴൊക്കെയാണ് ഷെയർ ചെയ്യുന്നുള്ളതാണ്. ഒന്നെന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ്. അതിലൊന്നെന്ന് പറഞ്ഞാൽ പീരിയോഡിക് അപ്ഡേറ്റ്. അതായത് ഒരു പർട്ടിക്കുലർ ടൈം നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ നോഡുകളും അവരവരുടെ ആ സമയത്തുള്ള റൂട്ടിംഗ് ടേബിൾ എങ്ങോട്ട് അയച്ചു കൊടുക്കും, നെയ്ബേഴ്സിന് അവർക്ക് അടുത്തുള്ള എല്ലാവർക്കും അത് അയച്ചു കൊടുക്കും. യൂഷ്വലി ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് 30 സെക്കൻഡാണ്. ഒരു യൂഷ്വലി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നെറ്റ്വർക്കിൻ്റെ കേസിൽ ആ ടൈം പീരീഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 30 സെക്കൻഡാണ്. അപ്പോൾ അങ്ങനെ ഓരോ ഇതിനകത്ത് നമ്മൾ എന്തുകൊണ്ടിരിക്കും, നമ്മൾ ടൈം പീരീഡ് മാറ്റിക്കൊണ്ട് നമുക്ക് ആ ടൈം പീരീഡ് 30 സെക്കൻഡ് എന്നുള്ള 30 സെക്കൻഡ് ആണെന്ന് നിർബന്ധമൊന്നുമില്ല, അത് മാറിക്കൊണ്ടിരിക്കാം. ഇനി വേറൊരെണ്ണമെന്ന് പറയുന്നത് ട്രിഗേർഡ് അപ്ഡേറ്റ് ആണ്. ഒന്ന് പീരിയോഡിക് ആയിരുന്നു, രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ട്രിഗേർഡ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ട്രിഗേർഡ് എന്ന് പറഞ്ഞില്ല, എന്തെങ്കിലും കാരണം കൊണ്ട് ട്രിഗർ ആകുന്ന അപ്ഡേറ്റ് ആണല്ലോ ട്രിഗേർഡ് അപ്ഡേറ്റ്. ഇതെന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, എപ്പോഴെങ്കിലും ഒരാളുടെ റൂട്ടിംഗ് ടേബിളിൽ, ഒരു നോഡിൻ്റെ റൂട്ടിംഗ് ടേബിളിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നാൽ, ഫോർ എക്സാമ്പിൾ ഒരു ലിങ്ക് ബ്രേക്ക് ആവുന്നു, അല്ലെങ്കിൽ പുതിയൊരു ലിങ്ക് വരുന്നു, അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് ഏതെങ്കിലും ഒരു നോഡിൻ്റെ റൂട്ടിംഗ് ടേബിളിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നാൽ ആ നോഡ് ഉടനെ എന്ത് ചെയ്യും, ഒരു അപ്ഡേറ്റ് ട്രിഗർ ചെയ്യും. അയാളുടെ അടുത്തുള്ള എല്ലാവർക്കും ആ പുതിയ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ആ ചേഞ്ച് ഉൾപ്പെടുത്തിയിട്ടുള്ള റൂട്ടിംഗ് ടേബിൾ അടുത്തുള്ള എല്ലാവർക്കും അയച്ചു കൊടുക്കും. ഒരു അപ്ഡേറ്റിനെ ട്രിഗർ ചെയ്യുക ചെയ്തത്. അപ്പോൾ ഈ ചേഞ്ച് വന്ന റൂട്ടിംഗ് ടേബിൾ അടുത്തുള്ള എല്ലാവർക്കും കിട്ടുമല്ലോ. ആ അടുത്തുള്ള ആൾക്കാരെല്ലാം ഈ ചേഞ്ച് അനുസരിച്ച് അവരവരുടെ റൂട്ടിംഗ് ടേബിൾ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ അവർക്കെല്ലാം ചേഞ്ച് വരും. അപ്പോൾ അവരെല്ലാം എന്ത് ചെയ്യും, അവരുടെ റൂട്ടിംഗ് ടേബിൾ അവരുടെ നെയ്ബേഴ്സിന് അയച്ചു കൊടുക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു ചേഞ്ച് കാരണം, റൂട്ടിംഗ് ടേബിൾ ഒരു ചേഞ്ച് കാരണം ട്രിഗർ ആവുന്ന അപ്ഡേറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രിഗേർഡ് അപ്ഡേറ്റ്. മനസ്സിലായി? അപ്പോൾ അങ്ങനെ ഒരു ട്രിഗേർഡ് അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പം നമുക്കിപ്പോൾ ഒരു ആണെങ്കിൽ ചേഞ്ച് വന്നു കഴിയുമ്പോൾ എനിക്കിപ്പം ഫോർ എക്സാമ്പിൾ വേറൊരു നോഡിൽ നിന്ന് ഒരു അപ്ഡേറ്റ് വന്നു. അപ്പോൾ എൻ്റെതിനകത്ത് ആ അപ്ഡേറ്റിനനുസരിച്ചുള്ള ചേഞ്ച് ഞാൻ എൻ്റെ റൂട്ടിംഗ് ടേബിളിൽ വരുത്തണം. അപ്പോൾ എൻ്റെ റൂട്ടിംഗ് ടേബിളിൽ വരുത്തിയാൽ മാത്രം പോരാ, ഞാൻ അപ്പോൾ എന്ത് ചെയ്യണം, ഇത് അടുത്താക്ക് അയച്ചു കൊടുക്കണം. മനസ്സിലായി? അപ്പോൾ ഇങ്ങനെ അപ്ഡേറ്റ് ട്രിഗർ ചെയ്യുന്നതിനാണ് നമ്മൾ ട്രിഗേർഡ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി ഓക്കെ, അത് രണ്ടും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന രീതി പറഞ്ഞു. നമുക്കിനി ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു 3-4 ടോപ്പ് പോയിന്റ്സ് ഉണ്ട്. 3-4 ടോപ്പ് പോയിന്റ്സ്. ടോപ്പിക് എന്ന് ഞാൻ പറയുന്നില്ല, ചെറിയൊരു സബ് ടോപ്പിക് എന്ന് വേണമെങ്കിൽ പറയാം. അത് മിക്കവാറും ഇതിൻ്റെ കൂടെ എല്ലാ പരീക്ഷയ്ക്കും സാധാരണ ചോദിക്കുന്നതാണ്. സോ അത് എന്താണെന്നുള്ളത് ഒന്ന് ഓർത്ത് വെച്ചോളുക, നമുക്ക് വേണ്ടുന്നതാണ്. അതായത് ഈ നമ്മൾ പറഞ്ഞ ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിംഗ് അൽഗോരിതത്തിൽ വരാൻ ചാൻസ് ഉള്ള 2-3 ചെറിയ പ്രശ്നങ്ങളും അതിനെ എങ്ങനെ സോൾവ് ചെയ്യാവുന്നു, അതായത് ഡ്രോബാക്സ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം. കുഞ്ഞ് 2-3 ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിംഗ് അൽഗോരിതവും അതിനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാവുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞ 2-3 പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പം അതിൽ ഞാൻ പറഞ്ഞുതരാം എന്താണെന്നൊക്കെ പറഞ്ഞത്. ഇപ്പോൾ ഇതിനകത്ത് കാണിക്കേണ്ട, എനിക്ക് ഒരു വൈറ്റ് ബോർഡ് ഷെയർ ചെയ്യാം. ഓക്കെ, എനിക്കൊരു വൈറ്റ് ബോർഡ് കാണുന്നുണ്ടോ? ഇപ്പം ഉണ്ട്. ശരി. ഇപ്പം അതിപ്പോൾ എനിക്ക് ഒരു നോഡ് എ ഇവിടെ ഉണ്ടായിരുന്നു, ഒരു നോഡ് ബി ഇവിടെ ഉണ്ടായിരുന്നു, ഒരു നോഡ് എക്സ് ഇവിടെ ഉണ്ടായിരുന്നു വിചാരിക്കുക. 3 നോഡുകളുണ്ട്, എക്സ്, എ, ബി എന്ന് വിചാരിക്കുക. എക്സും എയും തമ്മിലൊരു ലിങ്ക് ഉണ്ട്,
എയും ബിയും തമ്മിലൊരു ലിങ്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇനി എയും എക്സും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2ഉം എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3ഉം ആണെന്ന് വിചാരിച്ചുകൊള്ളുക. സപ്പോസ് വിചാരിക്കുക ആണേ. അപ്പോൾ എയുടെ റൂട്ടിംഗ് ടേബിളിൽ എന്തൊക്കെ ഇൻഫർമേഷൻ ഉണ്ട്? എയുടെ റൂട്ടിംഗ് ടേബിളിൽ എന്തൊക്കെ ഇൻഫർമേഷൻ ഉണ്ട്? എയുടെ ഡയറക്റ്റ് ലിങ്ക് ആരൊക്കെയാണ്? എക്സും ഉണ്ട്, ബിയും ഉണ്ട്. ശരിയാണ്, ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? എയുടെ ലിങ്ക് എന്ന് പറയുന്നത് എക്സിലോട്ട് ഒരു ലിങ്ക് ഉണ്ട്, അതുപോലെ തന്നെ എങ്ങോട്ടൊരു ലിങ്ക് ഉണ്ട്? ബിയിലോട്ട് ഒരു ലിങ്ക് ഉണ്ട്. അപ്പോൾ എ വിചാരിക്കും എന്തുവാ? 2 എടുക്കുവാണെങ്കിൽ എക്സിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാ? 2ഉം ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാ? 3ഉം. ശരിയാണോ? എയുടെ റൂട്ടിംഗ് ടേബിൾ ആണ് ഇങ്ങനെയല്ലേ വരുന്നത്. എക്സിലോട്ടുള്ള ഡിസ്റ്റൻസ് 2, ബിയിലോട്ടുള്ള ഡിസ്റ്റൻസ് 3. ശരിയാണോ? എക്സിനെ സംബന്ധിച്ചിടത്തോളം എയിലോട്ടുള്ള ഡിസ്റ്റൻസ് 2. ശരിയാണോ? എക്സിന് വേറെ കണക്ഷൻ ഒന്നുമില്ല. ശരി ആണോ? എക്സിന് പിന്നുള്ള കണക്ഷൻ എങ്ങോട്ടാ? ടു ബി ആണ്. എങ്ങോട്ടാ? ത്രൂ എ. ഡിസ്റ്റൻസ് ടോട്ടൽ കോസ്റ്റ് എത്രയാ? 2 + 3 5. ശരിയാണോ? അത് ത്രൂ ഏതാണ്? എ. ശരിയാണോ? ആണോ പിള്ളേരെ? ആണ്. ബിയെ സംബന്ധിച്ചിടത്തോളം ബിയിൽ നിന്ന് എയിലേക്കുണ്ട് ഡിസ്റ്റൻസ് എത്രയാ? 3. ബിയിൽ നിന്ന് എക്സിലേക്കുണ്ട് ടോട്ടൽ ഡിസ്റ്റൻസ് 5. പക്ഷെ അത് ഏത് ത്രൂ ആണ്? ത്രൂ എ. ശരിയാണോ? കുഴപ്പമൊന്നുമില്ലേ? ഇങ്ങനെ ഇരിക്കുവാന്ന് വെച്ചോ. സഡൻലി ഇപ്പം ഇങ്ങനെ ഇരിക്കുക. സഡൻലി നമ്മുടെ ഈ ലിങ്ക്, അതായത് എക്സ് എയും തമ്മിലുള്ള ലിങ്ക് അങ്ങ് കട്ടായി പോയെന്ന് വിചാരിക്കുക. എക്സും എയും തമ്മിലുള്ള ലിങ്ക് അങ്ങ് കട്ടായി പോയെന്ന് വിചാരിക്കുക. ഇപ്പോൾ എക്സും എയും തമ്മിൽ കണക്ഷൻ ഇല്ല. അപ്പോൾ എയുടെ റൂട്ടിംഗ് ടേബിളിലുള്ള x2 എന്നുള്ളത് മാറി എന്തുവാകും? എക്സും എയും തമ്മിൽ ഇപ്പോൾ കണക്ഷൻ ഇല്ല. അപ്പോൾ എക്സിലേക്കുള്ള എയുടെ റൂട്ടിംഗ് ടേബിളിൽ എക്സിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാ? എത്ര ആയിരിക്കും? ഇൻഫിനിറ്റി അല്ലേ? ആണോ? ഹലോ, ആണോ പിള്ളേരെ? ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറയാം. കേൾക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ടോ? അപ്പൊ എക്സിലേക്കുള്ള ഇപ്പോഴത്തെ എയുടെ ഡിസ്റ്റൻസ് എത്രയാ? ഇൻഫിനിറ്റിയാ. ഇനി ഇപ്പൊ ഒരു ചേഞ്ച് എയുടെ റൂട്ടിംഗ് ടേബിളിൽ വന്നില്ലയോ? ഈ ലിങ്ക് പോയപ്പോൾ എയുടെ റൂട്ടിംഗ് ടേബിൾ ഒരു ചേഞ്ച് വന്നു. 2 എന്നുള്ള വാല്യൂ മാറി എത്രയായി? ഇൻഫിനിറ്റി ആയി. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രിഗേർഡ് അപ്ഡേറ്റ് പ്രകാരം ഇങ്ങനെ ഒരു ചേഞ്ച് വന്നാൽ അയാൾ എന്തോ ചെയ്യും? എ എന്തോ ചെയ്യും? ആ ഇൻഫർമേഷൻ ആർക്ക് അയച്ചു കൊടുക്കും? ബിക്ക് അയച്ചു കൊടുക്കണോ? ഒരു ചേഞ്ച് വന്നാൽ ആ ചേഞ്ച് വന്നു എന്ന് പറഞ്ഞുള്ള പുതിയ റൂട്ടിംഗ് ടേബിൾ ആർക്ക് അയച്ചു കൊടുക്കണം? എ. ആർക്ക് അയച്ചു കൊടുക്കണം? ബിക്ക് അയച്ചു കൊടുക്കണം. ശരിയാണോ? ഇതാണ് നമ്മുടെ ഐഡിയൽ കണ്ടീഷൻ. സപ്പോസ് എ ഈ ചേഞ്ച് വന്ന റൂട്ടിംഗ് ടേബിൾ ബിയിലോട്ട് അയക്കുന്നതിന് മുമ്പ് ഈ ചേഞ്ച് ചെയ്ത റൂട്ടിംഗ് ടേബിൾ ബിയിലോട്ട് അയക്കുന്നതിന് മുമ്പ് പീരിയോഡിക് അപ്ഡേറ്റ് പ്രകാരം ബിയുടെ റൂട്ടിംഗ് ടേബിൾ എയിലോട്ട് അയച്ചു കൊടുത്തു എന്ന് വിചാരിക്കുക. ആ ടൈമിങ്ങിൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ഈ ചേഞ്ച് വന്ന റൂട്ടിംഗ് ടേബിൾ എ ബിയിലേക്ക് അയച്ചു കൊടുക്കുന്നതിന് മുമ്പ് ബിയുടെ റൂട്ടിംഗ് ടേബിളായ ഈ റൂട്ടിംഗ് ടേബിൾ തിരിച്ചാർക്ക് അയച്ചു കൊടുത്തു എന്ന് വിചാരിക്കുക? എയ്ക്ക് അയച്ചു കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്തോ സംഭവിക്കും? എയ്ക്ക് എന്തോ കിട്ടും? ഈ റൂട്ടിംഗ് ടേബിൾ കിട്ടത്തില്ലയോ? എയ്ക്ക് ഈ റൂട്ടിംഗ് ടേബിൾ കിട്ടുമോ? ഈ റൂട്ടിംഗ് ടേബിളിൽ എന്തോ പറഞ്ഞേക്കുന്നേ? എക്സിലേക്ക് പോകാനുള്ളൊരു കണക്ഷൻ ഉണ്ട്. കോസ്റ്റ് എത്രയാ? 5 എന്നാ. ശരിയാണോ? എക്സിലേക്ക് പോകാനൊരു കണക്ഷൻ ഉണ്ട്. കോസ്റ്റ് 5 എന്ന് ആര് പറയുക? ബി എയോട് പറയുക. ശരിയാണോ? അപ്പോൾ എ വിചാരിക്കും ബിക്ക് എക്സിലേക്ക് പോകാൻ എവിടെ ഒരു റൂട്ട് ഉണ്ട് വിത്ത് കോസ്റ്റ് എത്രയാ? 5 എന്ന് ആര് വിചാരിക്കും? എ വിചാരിക്കും. അപ്പോൾ എ നോക്കുമ്പോൾ തൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഡിസ്റ്റൻസ് എത്രയാ? ഇൻഫിനിറ്റിയാ. പക്ഷെ ബി പറയുവാണ് ബിക്ക് എക്സിലേക്ക് പോകാൻ പറ്റും വിത്ത് എ കോസ്റ്റ് ഓഫ് 5. അപ്പോൾ എ എന്തോ ചെയ്യും? അയാളുടെ ഇൻഫിനിറ്റി മാറ്റിയിട്ട് അവിടെ വാല്യൂ എത്രയാക്കും? 5 പ്ലസ് ബിയിലേക്ക് പോകാനുള്ള 3 എത്രയാക്കി മാറ്റും? 8 കോസ്റ്റ് ആക്കുവോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇപ്പൊ എ വിചാരിച്ചേക്കുന്നത് എന്തുവാ? എനിക്ക് എക്സിലേക്ക് പോകാൻ ഒരു റൂട്ട് ഉണ്ട് ത്രൂ ബി വിത്ത് എ കോസ്റ്റ് ഓഫ് എത്രയാ? 8 എന്ന് ആര് വിചാരിക്കും? എ വിചാരിക്കും.
എന്നിട്ട് ഈ അപ്ഡേറ്റഡ് ആയിട്ടുള്ള എക്സിലേക്ക് 8 എന്നും ബിയിലേക്ക് 3 എന്നുമുള്ള പുതിയ റൂട്ടിംഗ് ടേബിൾ എ വീണ്ടും ആർക്ക് അയച്ചു കൊടുക്കും? ബിക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ ബി എന്തോ വിചാരിക്കും, ആ എ എക്സിലേക്ക് പോകാനുള്ള ഡിസ്റ്റൻസിൻ്റെ വാല്യൂ കൂട്ടി നേരത്തെ ഉണ്ടായതിനെക്കാട്ടി കൂടുതൽ ഇപ്പോൾ എത്രയാ? 8ആണ്. അതായത് ഈ ലിങ്ക് ഇപ്പോഴും ഉണ്ട്, പക്ഷേ അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് വിചാരിക്കും? എയിൽ നിന്ന് എക്സിലേക്ക് പോകാനുള്ള എത്രയാണെന്ന് വിചാരിക്കും? 8 ആര് വിചാരിക്കും? ബി വിചാരിക്കും. അപ്പോൾ ബി എന്തോ ചെയ്യും? ഇവിടെ എയിൽ നിന്ന് എക്സിലേക്ക് പോകാൻ 8, എനിക്ക് ബിയിൽ നിന്ന് എയിലേക്ക് പോകാൻ 3. അപ്പോൾ ബി എന്തോ വിചാരിക്കും? എനിക്ക് ഇനിയിപ്പോൾ എക്സിലേക്ക് പോകാൻ എത്രയാ? 3 + 8 11 ആര് വിചാരിക്കും? ബി വിചാരിക്കും. പക്ഷെ ശരിക്കും അങ്ങനെ ലിങ്ക് ഉണ്ടോ? അങ്ങനെ ശരിക്കും അങ്ങനെ ലിങ്ക് ഉണ്ടോ പിള്ളേരെ? ഇല്ല സർ. വീണ്ടും തിരിച്ച് ഈ x11 ആണെന്നുള്ള ഒരു ചേഞ്ച് വരുമ്പോൾ ആ അപ്ഡേറ്റ് ബി എന്തോ ചെയ്യും? എക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ എ എന്താ വിചാരിക്കും? ബിക്ക് എക്സിലേക്കുള്ള ഡിസ്റ്റൻസ് ചേഞ്ച് ആയി 11. അപ്പോൾ അയാൾ എന്തോ ചെയ്യും? ബിക്ക് എക്സിലേക്ക് 11, എനിക്ക് ബിയിലേക്ക് 3 എന്നും പറഞ്ഞ് എ എന്തോ ചെയ്യും? അയാളുടെ എക്സിലേക്കുള്ള റൂട്ടിംഗ് ടേബിൾ എത്രയാക്കും? 11 + 3 എത്രയാക്കും? 14 ആക്കും. ഈ 14 വീണ്ടും ബിയിലെത്തും. അപ്പോൾ ബി എന്താ വിചാരിക്കും? അവിടെ ചേഞ്ച് ആയി. അപ്പോൾ 14 + 3 എത്രയാക്കി? ഇയാളെന്തോ ആക്കി? 17 ആക്കി. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ഇതങ്ങ് ഇൻഫിനിറ്റി വരെ അങ്ങ് പോവും. ഈ വാല്യൂ ഇൻഫിനിറ്റി വരെ അങ്ങ് പോവും. ഒരിക്കൽ പോലും ഇതൊരു സ്റ്റേബിൾ സ്റ്റേറ്റ് നിൽക്കുമോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഈ പ്രശ്നത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് ടു നോഡ് ഇൻസ്റ്റബിലിറ്റി. ഈ ഒരു പ്രശ്നത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ടു നോഡ് ഇൻസ്റ്റബിലിറ്റി. ഇത് വരാൻ കാരണം എന്തുവാണ്? ഒരു ലിങ്ക് 3 പേരുണ്ടായിരുന്നു, അതിൽ ഒരു ലിങ്ക് ബ്രേക്ക് ആയപ്പോൾ ആ ലിങ്ക് ബ്രേക്ക് ആയെന്നുള്ള ഇൻഫർമേഷൻ ഈ മൂന്നാമത്തെ ആൾ അയക്കുന്നതിന് മുമ്പ് മൂന്നാമത്തേതിൽ നിന്ന് രണ്ടാമത്തിലേക്ക് ഒരു ഇൻഫർമേഷൻ തിരിച്ചു വന്നതുകൊണ്ട് കൺഫ്യൂഷൻ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഇൻഫിനിറ്റി വരെയും ഇത് പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിന് എന്ത് പേര് വിളിക്കാൻ തുടങ്ങിയത്? ടു നോഡ് ഇൻസ്റ്റബിലിറ്റി എന്ന് ഈ ഒരു പ്രശ്നത്തിനെ വിളിക്കാൻ പോയത്. മനസ്സിലായോ? ശരി. ഇനി ഈ ടു നോഡ് ഇൻസ്റ്റബിലിറ്റി ഒഴിവാക്കണമെങ്കിൽ, ഈ ടു നോഡ് ഇൻസ്റ്റബിലിറ്റി എന്നുള്ള സംഭവം ഒഴിവാക്കണമെങ്കിൽ 2 മെത്തേഡാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. 2 മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് കൂടി എവിടെ വരെ പോകും? ഇൻഫിനിറ്റി വരെയും പൊക്കോളാം. അപ്പം നമ്മൾ ഒരു ഇൻഫിനിറ്റിക്ക് ഒരു വാല്യൂ നമ്മൾ അങ്ങ് അസൈൻ ചെയ്താൽ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുക ഇപ്പം 20 ഇതാണ് എനിക്ക് മാക്സിമം പോകാൻ പറ്റുന്ന 20 എന്ന് പറയുന്നതാണ് എനിക്ക് മാക്സിമം പോകാൻ പറ്റുന്ന വാല്യൂ. ഇതിന് മേളിൽ എന്ത് പോകാൻ പാടില്ല? മറ്റേ ഒരു കോസ്റ്റും പോകാൻ പാടില്ലെന്ന് ഞാൻ പറയുവാണെങ്കിൽ ഇത് കൂടി ഇൻഫിനിറ്റി വരെ പോകത്തില്ല. പകരം എവിടെ വരെ പോകത്തുള്ളൂ? 20 വരെയല്ലേ പോകത്തുള്ളൂ. അപ്പോൾ 20 ആകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ടെന്ന് വിചാരിച്ച് നമുക്കിത് മൊത്തത്തിൽ അങ്ങ് ടെർമിനേറ്റ് ചെയ്യാം. അപ്പോൾ ടു നോഡ് ഇൻസ്റ്റബിലിറ്റി ഒഴിവാക്കാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, ഒരു രീതി എന്ന് പറയുന്നത് ഓർത്തോളുക, ഡിഫൈനിങ് ഇൻഫിനിറ്റി. ടു നോഡ് ഇൻസ്റ്റബിലിറ്റി ഒഴിവാക്കാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നതാണ് ഡിഫൈനിങ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിക്ക് ഒരു വാല്യൂ നമ്മൾ ഡിഫൈൻ ചെയ്യുക. 20, ഞാൻ ചുമ്മാ റാൻഡമായിട്ട് 20 എന്ന് പറഞ്ഞല്ലോ, 20, 30 ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കൂടി ഒരു പരിധിക്കുള്ളിൽ എത്ര വരെ പോവുള്ളൂ? ഈ നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്ന ഇൻഫിനിറ്റിയുടെ വാല്യൂ വരെ ഇത് കൂടി പോവുള്ളൂ. അതാണ് നമുക്ക് ഈ ടു നോഡ് ഇൻസ്റ്റബിലിറ്റി ഒഴിവാക്കാനുള്ള ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ടു നോഡ് ഇൻസ്റ്റബിലിറ്റി ഒഴിവാക്കാനുള്ള രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻ കൊടുത്ത് പോയിക്കൊണ്ടിരിക്കാമെന്ന് വിചാരിച്ചു. സപ്പോസ് ആദ്യത്തെ വട്ടം ഷെയർ ചെയ്തപ്പോൾ ബി എയോട് പറയുക, ബി നോക്കിയപ്പോൾ എക്സിൽ നിന്ന് എക്സിലേക്ക് പോകാൻ വേണ്ടി 5 എന്ന് നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കുക. ഇവിടെ എക്സ് പോകാൻ വേണ്ടി ഇൻഫിനിറ്റി എന്ന് ആദ്യം വിചാരിച്ച് വെച്ചിരുന്നത്, വിചാരിക്കുന്നേ ഇൻഫിനിറ്റി ലിങ്ക് ബ്രേക്ക് ആയപ്പോൾ ഇൻഫിനിറ്റി വിചാരിച്ച് വെച്ചേക്കുക. ഇവിടെ ബി പറഞ്ഞേക്കുന്നത് എക്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ത്രൂ എ 5 എന്ന് പോവാം. അപ്പോൾ ബിക്ക് അറിയാം ഈ 5 എന്നുള്ളത് ത്രൂ എ ആണെന്നുള്ള കാര്യം ആർക്കറിയാം? ബിക്ക് അറിയാം. സപ്പോസ് ബി ഈ ഇൻഫർമേഷൻ തിരിച്ച് എക്ക് അയച്ചു കൊടുത്തില്ലെന്ന് വിചാരിക്കുക. ബി ഈ ഇൻഫർമേഷൻ തിരിച്ച് എക്ക് അയച്ചു കൊടുത്തില്ലെന്ന് വിചാരിക്കുക.
അങ്ങനെ തിരിച്ച് അങ്ങോട്ട് അയച്ചു കൊടുത്തില്ലെങ്കിൽ ഈ കൺഫ്യൂഷൻ വല്ലതും വരുമോ? തിരിച്ച് ഈ 5 എന്നുള്ള വാല്യൂ ഉണ്ട്, എനിക്ക് പോകാൻ പറ്റും, എക്സിലേക്ക് പോകാൻ പറ്റും വിത്ത് എ ഡിസ്റ്റൻസ് ഓഫ് 5 എന്നുള്ള ഇൻഫർമേഷൻ ബി എക്ക് തിരിച്ചയച്ച് കൊടുത്തില്ല എങ്കിൽ ഈ ഒരു 2 നോഡ് ഇൻസ്റ്റബിലിറ്റി ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ ഈ 2 നോഡ് ഇൻസ്റ്റബിലിറ്റി ഒഴിവാക്കാനുള്ള വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞത്, ഒരു നോഡും ആ നോഡിലേക്ക് ഇൻഫർമേഷൻ വന്ന സ്ഥലത്തോട്ട് തന്നെ തിരിച്ച് ആ ഇൻഫർമേഷൻ കൊടുക്കത്തില്ല. അതായത് എക്സിലേക്ക് 5 പറ്റും ത്രൂ എ ആണെന്ന് ബി എങ്ങനെയാ മനസ്സിലാക്കിയേ? എക്സിലേക്ക് പോകാൻ പറ്റും വിത്ത് എ ഡിസ്റ്റൻസ് ഓഫ് 5 ത്രൂ എ എന്ന് ബി എങ്ങനെയാ മനസ്സിലാക്കിയേ? എയുടെ റൂട്ടിംഗ് ടേബിൾ ആദ്യം ഇവിടെ കിട്ടിയപ്പോഴില്ലയോ? ശരിയാണോ? എയുടെ റൂട്ടിംഗ് ടേബിൾ ആദ്യം ഇവിടെ കിട്ടിയപ്പോഴാണ് ബി മനസ്സിലാക്കിയത് എനിക്ക് എക്സിലേക്ക് പോകാൻ പറ്റും വിത്ത് എ ഡിസ്റ്റൻസ് ഓഫ് 5 ത്രൂ എ എന്ന് മനസ്സിലാക്കിയത് എയുടെ റൂട്ടിംഗ് ടേബിൾ ആദ്യം എവിടെ കിട്ടിയപ്പോഴാണ്? ബി കിട്ടിയപ്പോഴാണല്ലോ. അപ്പോൾ ആ ഇൻഫർമേഷൻ ഓൾറെഡി വന്നത് എവിടുന്നാ? എയിൽ നിന്നായതുകൊണ്ട് ഞാൻ തിരിച്ച് ആ ഇൻഫർമേഷൻ തിരിച്ച് എക്ക് കൊടുക്കില്ല എന്ന് ബി തീരുമാനിച്ചാൽ, കാരണം ഓൾറെഡി എനിക്ക് ആ ഇൻഫർമേഷൻ കിട്ടിയത് എയിൽ നിന്നാണ്, അപ്പം ഞാൻ അതേ ഇൻഫർമേഷൻ തന്നെ തിരിച്ച് എങ്ങോട്ട് കൊടുക്കണ്ട? എയിലേക്ക് കൊടുക്കണ്ട എന്ന് ബി തീരുമാനിച്ചാൽ എന്ത് പ്രശ്നം ഉണ്ടാവത്തില്ല? പിന്നെ 2 നോഡ് ഇൻസ്റ്റബിലിറ്റി ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ അതാണ് എന്ത് നമ്മൾ 2 നോഡ് ഇൻസ്റ്റബിലിറ്റി ഒഴിവാക്കാനുള്ള രണ്ടാമത്തെ മെത്തേഡ്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയെ ഡിഫൈൻ ചെയ്യാന്നുള്ളതായിരുന്നു ഫസ്റ്റ് മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡാണ് ഞാൻ ഇപ്പം പറഞ്ഞത്. നമ്മൾ അതിന് വിളിക്കുന്ന പേരെന്ന് പറയുന്നത് സ്പ്ലിറ്റ് ഹൊറൈസൺ. അതായത് ഈ രീതിയിൽ, അതായത് തനിക്ക് ഇൻഫർമേഷൻ കിട്ടിയ നോഡിലേക്ക് തന്നെ തിരിച്ച് അതേ ഇൻഫർമേഷൻ തിരിച്ചു കൊടുക്കത്തില്ല എന്ന് പറയുന്ന മെത്തേഡിനാണ്. അങ്ങനെ ഉണ്ടെങ്കിലും ഈ 2 നോഡ് ഇൻസ്റ്റബിലിറ്റി ഉണ്ടാകത്തില്ല. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. അതിന് വിളിക്കുന്ന പേരെന്ന് പറയുന്നത് സ്പ്ലിറ്റ് ഹൊറൈസൺ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 2 നോഡ് ഇൻസ്റ്റബിലിറ്റി ഒഴിവാക്കാനുള്ള രണ്ട് മെത്തേഡ്, ഡിഫൈനിങ് ഇൻഫിനിറ്റിയും അതുപോലെ തന്നെ സ്പ്ലിറ്റ് ഹൊറൈസണും. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായോ? ശരി. ഇനി ഇത്ര നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി ഇതിനകത്ത് ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. ഇനി ഇതിനെപ്പറ്റി ഇത്രയും മതി. ഇതിനകത്ത് ഇത് നമ്മൾ ശരിയാ 2 നോഡ് ഇൻസ്റ്റബിലിറ്റി ഒക്കെ നമ്മളിത് സോൾവ് ചെയ്തു, കുഴപ്പമില്ല. സപ്പോസ് എനിക്ക് എ ഇവിടെ ഉണ്ടായിരുന്നു, ബി ഇവിടെ ഉണ്ടായിരുന്നു, വേറൊരു നോഡ് സി ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഒരു എക്സ് ഉണ്ടായിരുന്നു വിചാരിക്കുക. എ ബി സി എക്സ് 4 ഉണ്ടായിരുന്നു വിചാരിക്കുക. എയിൽ നിന്ന് എക്സിലേക്ക് കണക്ഷൻ ഉണ്ട്, എയിൽ നിന്ന് ബിയിലേക്ക് കണക്ഷൻ ഉണ്ട്, ഓക്കെ, എയിൽ നിന്ന് സിയിലേക്ക് കണക്ഷൻ ഉണ്ട്, സിയിൽ നിന്ന് ബിയിലേക്ക്, ഇങ്ങനെ 4 കണക്ഷൻ വിചാരിക്കുക. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ നേരത്തെ വെച്ചൊരു 2, ഇതിൻ്റെ വാല്യൂ ഒരു 3, ഇവിടെ ഒരു 1, ഇവിടെ ഒരു 4, ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഇടയ്ക്ക് ഒരു നോഡിവിടെ, മൂന്നാമതൊരു നോഡിവിടെ വന്ന് വിചാരിക്കുക, സി. ഇപ്പോൾ എയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എയിൽ എന്തോ ഉണ്ട്? എക്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട് 2 ആണെന്നുണ്ട്, ബിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് 3 ആണെന്നുണ്ട്, സിയിലേക്ക് പോകാൻ വേണ്ടി 1 ആണെന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ എവിടെ ഉണ്ട്? ഇനിഷ്യൽ റൂട്ടിൻ്റെ എവിടെ ആടെ ഉണ്ട്? എയുടെയിലുണ്ടല്ലോ, കുഴപ്പമില്ലേ? സിക്കകത്ത് എന്തോ ഉണ്ട്? എയിലേക്ക് പോകാൻ വേണ്ടി 1, ബിയിലേക്ക് പോകാൻ വേണ്ടി എന്തുണ്ട്? 3. എക്സിലേക്ക് പോകണമെങ്കിൽ എന്തുവാണ്? എക്സിലേക്ക് പോകണമെങ്കിൽ എങ്ങനെയാ? സിയുടെ കേസിൽ ഒന്ന് പറഞ്ഞേ ആരെങ്കിലും. എക്സിലേക്ക് പോകാൻ വേണമെങ്കിൽ സിക്ക് എത്ര? പറഞ്ഞേ. എക്സിലേക്ക് പോകണമെങ്കിൽ ഏതാ പറഞ്ഞേ? 3. ഈ 2ഉം ഈ 1ഉം. എക്സിലേക്ക് പോകണമെങ്കിൽ ത്രൂ എ പോകാം, 1 + 2 3. ശരിയാണോ? 3 ഡിസ്റ്റൻസ് ഉണ്ട് ത്രൂ എ. അതുപോലെ തന്നെ ബിയുടെ എങ്ങനെയാ? എയിലേക്ക് പോകാൻ വേണ്ടി 3, സിയിലേക്ക് പോകാൻ വേണ്ടി 4, എക്സിലേക്ക് പോകാൻ വേണ്ടിയോ? ബിക്ക് എക്സിലേക്ക് പോകാൻ എ വഴി പോവാം. ടോട്ടൽ കോസ്റ്റ് എത്രയാ? 5. ഇങ്ങനെയാണല്ലോ ഇനിഷ്യലി ഇരിക്കുന്നത്, 5 ത്രൂ എ. ഇതാണല്ലോ ഇനിഷ്യൽ കണ്ടീഷൻ. കുഴപ്പമൊന്നുമില്ലേ? പ്രശ്നമൊന്നുമില്ല. നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഈ ലിങ്ക് അങ്ങ് പോയി, എക്സിൽ നിന്ന് എയിലേക്കുള്ള ലിങ്ക് അങ്ങ് പോയി. അപ്പോൾ എയുടെ റൂട്ടിംഗ് ടേബിൾ എന്തോ ആവും? ഇപ്പം എന്തോ വ്യത്യാസം വരാൻ പോന്നേ? ഇതങ്ങ് പോകുമ്പം എയുടെ റൂട്ടിംഗ് ടേബിൾ എന്തോ വ്യത്യാസം വരാൻ പോന്നേ? x2 എന്നുള്ള സാധനം ഉണ്ടോ? പിന്നെ
ഇല്ല. അപ്പൊ പകരം എന്തുവായി? എക്സ് എന്തുവായി? എക്സിന്റെ എന്തുവായി? ഇൻഫിനിറ്റി. അപ്പൊ ഈ 2 എന്നുള്ള സാധനം പോയിട്ട് അവിടെ നമുക്ക് എന്താ വന്നു? ഇൻഫിനിറ്റി വന്നു. ശരിയാണോ? അപ്പോൾ എയുടെ റൂട്ടിംഗ് ടേബിൾ ഒരു ചേഞ്ച് വന്നല്ലോ. അപ്പൊ എ അത് ആർക്കൊക്കെ അയച്ചു കൊടുക്കണം? അത് ആർക്കൊക്കെ അയച്ചു കൊടുക്കണം? പറഞ്ഞേ. എയുടെ റൂട്ടിംഗ് ടേബിൾ ചേഞ്ച് വന്നാൽ അത് ആർക്കൊക്കെ? ബിക്ക് അയച്ചു കൊടുക്കണം, അതുപോലെ തന്നെ സിക്ക് അയച്ചു കൊടുക്കണം. കുഴപ്പമില്ലേ? അയാളത് അത് ബിക്ക് അയച്ചു, സിക്ക് അയച്ചു. എയുടെ അയച്ച ഇൻഫർമേഷൻ ബിക്ക് കിട്ടി, ഇങ്ങോട്ട് അയച്ചു. അയച്ച ഇൻഫർമേഷൻ ബിക്ക് കിട്ടി. ബിക്ക് മനസ്സിലായി എക്സിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണെന്നും ആ കാര്യങ്ങളൊക്കെ ആർക്ക് മനസ്സിലായി? ബിക്ക് മനസ്സിലായി. അപ്പോൾ ബി നോക്കിയപ്പോൾ എന്തുവായി? ഇപ്പോൾ എയിൽ നിന്ന് എക്സിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാ? ഇൻഫിനിറ്റി ആണ്. വിച്ച് മീൻസ് ഇത് വന്നു കഴിയുമ്പോൾ B2 എക്സിന്റെ വാല്യൂ എത്രയാ? ഈ ഇൻഫർമേഷൻ ഇവിടെ കിട്ടി കഴിയുമ്പോൾ ബിയിൽ നിന്ന് എക്സിലേക്ക് പോകാനുള്ള വാല്യൂ എത്രയാ? ത്രൂ എ ഇൻഫിനിറ്റി പ്ലസ് 3 അല്ലേ? ആണോ? നേരത്തെ ഈ 2 + 3 5 ആയിരുന്നു നമ്മൾ എഴുതിയിരുന്നേ. ഇപ്പൊ 2 മാറി എത്രയായി? ഇൻഫിനിറ്റി ആയപ്പോൾ ബിക്ക് എന്ത് മനസ്സിലായി? ആ ഇൻഫർമേഷൻ ഇവിടെ കിട്ടിയപ്പോൾ ബിക്ക് എന്ത് മനസ്സിലായി? ഇപ്പോൾ എക്സിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, ത്രൂ എ പോകണമെന്നുണ്ടെങ്കിൽ ഈ 3യുടെ കൂടെ 2 അല്ല ആഡ് ചെയ്യേണ്ടത്, പകരം എന്തോ ആഡ് ചെയ്യണമെന്ന് മനസ്സിലായി? ഇൻഫിനിറ്റി ആഡ് ചെയ്യണമെന്ന് മനസ്സിലായോ? ശരിയാണോ? അപ്പൊ ഇൻഫിനിറ്റി പ്ലസ് 3 എന്ന് പറയുന്നത് എന്ത് തന്നെയാ? ഇൻഫിനിറ്റി തന്നെ. അപ്പൊ ഇവിടെ എന്തുവായി? ഇൻഫിനിറ്റി ആയി. കുഴപ്പമില്ല. ബിക്ക് കാര്യം മനസ്സിലായി. അവിടുന്ന് അങ്ങോട്ട് പോകാനുള്ള ഇത് ബിയോടെ പോയോ? ബിക്ക് കാര്യം മനസ്സിലായി. അതായത് എക്സിലേക്ക് പോകാനുള്ള ത്രൂ എ സാധനം എന്താ പറ്റി? മറ്റേ ഇൻഫിനിറ്റി ആയെന്നുള്ള കാര്യം ആർക്ക് മനസ്സിലായി? ബിക്ക് മനസ്സിലായി. ഈ ടേബിള് ബിക്ക് അയച്ച അതേ സമയം തന്നെ ആർക്കും അയച്ചിട്ടുണ്ട്? സിക്ക് അയച്ചിട്ടുണ്ടല്ലോ. ഉണ്ടോ? ബിക്കും സിക്കും ഒരുമിച്ചല്ലേ അയച്ചേ? ബിക്ക് അയച്ചത് ബിയിൽ കിട്ടി. പക്ഷേ എന്തെങ്കിലും കാരണം കൊണ്ട്, നെറ്റ്വർക്കിലെ കാരണം കൊണ്ടോ എന്തെങ്കിലും കാരണം കൊണ്ട് ആ റൂട്ടിംഗ് ടേബിൾ ബിയിലേക്ക് അയച്ചപ്പോൾ കൂടെ തന്നെ അയച്ചാണ് സിക്കും. പക്ഷെ അത് സിയിൽ കിട്ടിയില്ലെന്ന് വിചാരിക്കുക. അതായത് എക്സിലേക്കുള്ള കണക്ഷൻ ഇൻഫിനിറ്റി ആയി എന്നും പറഞ്ഞുള്ള അപ്ഡേറ്റഡ് റൂട്ടിംഗ് ടേബിൾ ബിക്കും സിക്കും അയച്ചെങ്കിലും ബിക്ക് മാത്രമേ കിട്ടിയുള്ളൂ, സിക്ക് അത് കിട്ടിയില്ല എന്ന് വിചാരിക്കുക. എന്തെങ്കിലും റീസൺ കൊണ്ട്, നെറ്റ്വർക്കിലെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് സിക്ക് അത് കിട്ടിയില്ല എന്ന് വിചാരിക്കുക. അത് കിട്ടാത്തിടത്തോളം കാലം സിയുടെ ഈ എൻട്രി മാറുമോ? അത് കിട്ടാത്തിടത്തോളം കാലം മാറുമോ? ഇല്ല. അപ്പൊ സി ഇപ്പോഴും വിചാരിച്ചു വെച്ചോണ്ടിരിക്കുന്നത് എന്തുവാണ്? എയിലേക്ക് ഒരു പാത്ത് ഉണ്ട് വിത്ത് എ ഡിസ്റ്റൻസ് ഓഫ് 3 എന്നല്ലയോ? എക്സിലേക്ക് ഒരു പാത്ത് ഉണ്ട് വിത്ത് എ ഡിസ്റ്റൻസ് ഓഫ് 3 ത്രൂ എ എന്നല്ലയോ? ശരിയാണോ? ആ പാക്കറ്റ് അപ്ഡേറ്റഡ് റൂട്ടിംഗ് ടേബിൾ സിയിൽ കിട്ടാത്തിടത്തോളം കാലം സി വിചാരിച്ച് വെച്ചേക്കുന്നത് എനിക്ക് എക്സിലേക്ക് ഒരു വഴിയുണ്ട് ത്രൂ എ വിത്ത് എ കോസ്റ്റ് ഓഫ് 3 എന്നാണോ? ആണല്ലോ. ഇനി കുറച്ചു നേരം കഴിയുമ്പം പീരിയോഡിക് അപ്ഡേറ്റ് വരത്തില്ലയോ? ട്രിഗേർഡ് അല്ല, കുറച്ചു നേരം കഴിയുമ്പം പീരിയോഡിക് അപ്ഡേറ്റ് വരത്തില്ലയോ? ആ പീരിയോഡിക് അപ്ഡേറ്റ് വരുമ്പോൾ സിയുടെ റൂട്ടിംഗ് ടേബിൾ ആർക്കൊക്കെ അയച്ചു കൊടുക്കും? പീരിയോഡിക് റൂട്ടിംഗ് ടേബിൾ വരുമ്പം, അപ്ഡേറ്റ് വരുമ്പം ആർക്കൊക്കെ അയച്ചു കൊടുക്കും? സി. അടുത്തുള്ള നെയ്ബേഴ്സ് ആരൊക്കെയാ സിയുടെ? അപ്പൊ സി ആർക്കൊക്കെ അയച്ചു കൊടുക്കും? സിയുടെ റൂട്ടിംഗ് ടേബിൾ എക്കും അയച്ചു കൊടുക്കും, ബിക്കും അയച്ചു കൊടുക്കും. കൊടുക്കുവേ. ആ കൊടുക്കുന്ന റൂട്ടിംഗ് ടേബിൾ ഏതായിരിക്കും? ഈ എയുടേത് അപ്ഡേറ്റ് ആവാത്ത ഇൻഫർമേഷൻ അല്ലയോ ആർക്ക് അയച്ചു കൊടുക്കുന്നത്? എക്കും ബിക്കും. ആണോ? നമ്മൾ 2 നോഡ് ഇൻസ്റ്റബിലിറ്റിയുടെ കണ്ടീഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ഹൊറൈസൺ എന്നൊരു മെത്തേഡ് ഉണ്ട്. നമുക്ക് അയച്ചു തന്ന ഇൻഫർമേഷൻ അയച്ചു തന്ന ആൾക്ക് തന്നെ നമ്മൾ തിരിച്ചയച്ചു കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. അതായത് നമുക്ക് ഇൻഫർമേഷൻ അയച്ചു തന്ന ആൾക്ക് തന്നെ നമ്മൾ തിരിച്ചയച്ചു കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. വിച്ച് മീൻസ് എക്സിലേക്ക് പോകാൻ വേണ്ടി 3 കോസ്റ്റ് വെച്ച് ത്രൂ എ പറ്റും എന്നുള്ള ഇൻഫർമേഷൻ സിക്ക് കൊടുത്തതാരാ? എ അല്ലയോ? അതുകൊണ്ട് ഈ ഇൻഫർമേഷൻ തിരിച്ച് ആർക്ക് അയച്ചു കൊടുക്കത്തില്ല? എക്ക് അയച്ചു കൊടുക്കത്തില്ല. പക്ഷെ ഈ ഇൻഫർമേഷൻ സി ആർക്ക് അയച്ചു കൊടുക്കും? ബിക്ക് അയച്ചു കൊടുക്കും. അപ്പൊ എന്തോ സംഭവിക്കാൻ പോന്നേ? ഈ പുതിയ റൂട്ടിംഗ് ടേബിള് ഈ മാറ്റമൊന്നും ഇല്ലാത്ത, മാറ്റം എന്തെങ്കിലും പ്രശ്നം കൊണ്ട് മാറ്റം വരാത്ത ഈ റൂട്ടിംഗ് ടേബിള്
സി ആർക്ക് അയച്ചു കൊടുത്തു? ബിക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ ബിയെ സംബന്ധിച്ച് നോക്കുമ്പം ബിക്ക് അറിയത്തില്ലല്ലോ എയിൽ നിന്ന് അയച്ച പാക്കറ്റ് സി കിട്ടാഞ്ഞുകൊണ്ട് സി അപ്ഡേറ്റ് ചെയ്തില്ല എന്നുള്ള കാര്യം ഒന്നും ആർക്കറിയത്തില്ല, ബിക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ ബിയെ സംബന്ധിച്ചിടത്തോളം ബിക്ക് അറിയുന്ന എന്ത് മാത്രമേ ഉള്ളൂ, സിക്ക് എക്സിലേക്ക് പോകാൻ പറ്റും, സിക്ക് എക്സിലേക്ക് പോകാൻ പറ്റും വിത്ത് എ കോസ്റ്റ് ഓഫ് 3. ഇത് മാത്രമേ ആർക്കറിയത്തുള്ളൂ, ആർക്കറിയത്തുള്ളൂ? ബിക്ക് അറിയത്തുള്ളൂ. ശരിയാണോ? ഈ അപ്ഡേറ്റ് ചെയ്യാത്ത റൂട്ടിംഗ് ടേബിൾ ബി കിട്ടുമ്പോൾ ബി മനസ്സിലാക്കുന്നത് എന്തുവാണ്, സിക്ക് എക്സിലേക്ക് പോകാൻ പറ്റും വിത്ത് എ കോസ്റ്റ് ഓഫ് 3. ശരിയാണോ? ആണ്. അപ്പോൾ ബി എന്തോ ചെയ്യും, ബിയുടെ ഇപ്പോഴത്തെ റൂട്ടിംഗ് ടേബിൾ അനുസരിച്ച് എക്സിലേക്ക് പോകാനുള്ള കോസ്റ്റ് എത്രയാ? ഇൻഫിനിറ്റിയാ. അപ്പോൾ അതിനെക്കാട്ടി കുറവ് കോസ്റ്റിൽ സിയിൽ നിന്ന് പോകാൻ 3, സിയിൽ നിന്ന് ബിയിലേക്ക് പോകാൻ വേണ്ടി 4. അപ്പോൾ എക്സിലേക്ക് ബിയെ സംബന്ധിച്ചിടത്തോളം എക്സിലേക്ക് പോകാൻ വേണ്ടി ത്രൂ സി പോവുകയാണെങ്കിൽ 4 + 3 പോരെ? 7. 7 ആണോ വലുത് ചെറുത്, ഇൻഫിനിറ്റി ആണോ ചെറുത്? 7 അല്ലയോ? അപ്പോൾ നമ്മുടെ ബി എന്തോ ചെയ്യും, അയാളുടെ റൂട്ടിംഗ് ടേബിൾ അങ്ങ് അപ്ഡേറ്റ് ചെയ്യും. എന്നിട്ട് എന്തോ ചെയ്യും, ഇൻഫിനിറ്റി മാറ്റിയിട്ട് എന്തോ ആക്കും, ത്രൂ സി ആക്കിയിട്ട് എന്തോ ചെയ്യും, 4 + 3 7 ആക്കി ത്രൂ സി എന്നൊരു ആരങ്ങ് അപ്ഡേറ്റ് ചെയ്യും, ബി അങ്ങ് അപ്ഡേറ്റ് ചെയ്യും. ശരിക്കും അങ്ങനെ ഒരു പാത്ത് ഉണ്ടോ? ശരിക്കും അങ്ങനെ ഒരു പാത്ത് ഉണ്ടോ? ഇല്ല. എന്നിട്ട് അത്രയും കൊണ്ടും തീർന്നില്ല, ഇയാളങ്ങ് അപ്ഡേറ്റ് ചെയ്തേ, ഇത് അപ്ഡേറ്റ് ചെയ്തു. ഇപ്പം എന്തുവാ ബിയുടെ റൂട്ടിംഗ് ടേബിൾ എന്തുവാ പറഞ്ഞേക്കുന്നത്, എക്സിലേക്ക് പോകാൻ ഒരു വഴിയുണ്ട്, 7 ആണ് അതിൻ്റെ കോസ്റ്റ്, ത്രൂ സിയാ. ആ ഇൻഫർമേഷൻ കിട്ടിയത് എവിടുന്നാ? സിയിൽ നിന്നാ. അപ്പോൾ സ്പ്ലിറ്റ് ഹൊറൈസൺ പ്രകാരം ആ ഇൻഫർമേഷൻ സിയിലേക്ക് അയച്ചു കൊടുക്കത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ഇൻഫർമേഷൻ എങ്ങോട്ട് അയച്ചു കൊടുത്തേക്കാം? എയിലേക്ക് അയച്ചു കൊടുത്തേക്കാമോ? ശരിയല്ലയോ? X7C എന്നുള്ള ഇൻഫർമേഷൻ അത് സിയിൽ നിന്ന് തന്നെ കിട്ടിയ ഇൻഫർമേഷൻ ആയതുകൊണ്ട് ബി ഒരിക്കലും അത് ആർക്ക് അയച്ചു കൊടുക്കത്തില്ല, സിക്ക് അയച്ചു കൊടുക്കത്തില്ല. പക്ഷെ ആ ഇൻഫർമേഷൻ ആർക്ക് അയച്ചു കൊടുക്കും? ബി ആർക്ക് അയച്ചു കൊടുക്കും? എക്ക് അയച്ചു കൊടുക്കത്തില്ലയോ? കൊടുക്കാമോ? കൊടുക്കാം. അപ്പോൾ പറ്റുന്ന പ്രശ്നം എന്തുവാ, ഈ ടേബിൾ എവിടെ കിട്ടും? എയിലെത്തും. അപ്പോൾ എ നോക്കുമ്പോൾ എന്തുവാ, ബിക്ക് എക്സിലേക്ക് പോകാനൊരു പാത്ത് ഉണ്ട്, അതല്ലേ എക്ക് അറിയത്തുള്ളൂ. ബിക്ക് എക്സിലേക്ക് പോകാനൊരു പാത്ത് ഉണ്ട് വിത്ത് എ കോസ്റ്റ് ഓഫ് 7. അത് മാത്രം ആർക്കറിയത്തുള്ളൂ? എക്ക് അറിയത്തുള്ളൂ. എ ഒരിക്കലും അറിയുന്നില്ല അത് ബിയിൽ നിന്ന് സി പോയിട്ട് എയിൽ കൂടെ തന്നെ ഈ ഇല്ലാത്ത ലിങ്കിൽ കൂടെ പോകുന്നതാണെന്ന് ഒന്നും ആരറിയുന്നില്ല. എ അറിയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എ എന്ത് ചെയ്യും? എയുടെ സ്വന്തം റൂട്ടിംഗ് ടേബിൾ അപ്ഡേറ്റ് ചെയ്യും. എ എന്തോ ചെയ്യും, ശരിയാ, എനിക്ക് ബിയിലേക്ക് പോകാൻ എത്ര കോസ്റ്റ് 3 കണ്ടായിരുന്നു അല്ലേ? എനിക്ക് ബിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് 3, ബിയിൽ നിന്ന് എക്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട് 7. അപ്പോൾ എ എന്തോ ചെയ്യും, എയുടെ റൂട്ടിംഗ് ടേബിളിനകത്തിരുന്ന ആ ഇൻഫിനിറ്റിയെ മാറ്റിയിട്ട് എ എന്തോ ചെയ്യും, അങ്ങോട്ട് പോകാൻ 3, ബിയിൽ നിന്ന് എക്സിലേക്ക് പോകാൻ വേണ്ടി 7, ഇവിടെ എന്തോ ചെയ്യും, 10 എന്ന് അപ്ഡേറ്റ് ചെയ്യും. ഇതിങ്ങനെ വീണ്ടും അവിടെ വീണ്ടും സിയിൽ വരും, സിയിൽ നിന്ന് ബിയിൽ വരും, ബിയിൽ നിന്ന് എയിൽ വരും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു പാത്ത് ഉണ്ടോ എക്സിലേക്ക് പോകാൻ? ഉണ്ടോ? ഇല്ല. അപ്പൊ ഈ സാധനവും എപ്പോഴെങ്കിലും സ്റ്റേബിൾ കണ്ടീഷനിലേക്ക് പോവോ? ഇല്ല. അങ്ങനെയുള്ള അതും നമ്മുടെ ഈ ഒരു ഡിസ്റ്റൻസ് വെക്ടർ അൽഗോരിതം ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇതിന് നമ്മൾ വിളിക്കുന്ന പേര് 3 നോഡ് ഇൻസ്റ്റബിലിറ്റി. മനസ്സിലായോ? ഇങ്ങനെ 3 നോഡുകൾ തമ്മിലുള്ള പ്രശ്നം കാരണം ഉണ്ടാകുന്ന ഇൻസ്റ്റബിലിറ്റി നമ്മൾ എന്ത് വിളിക്കും? 3 നോഡ് ഇൻസ്റ്റബിലിറ്റി. മനസ്സിലായോ? ആയോ? അപ്പം ഇത്രയും നിങ്ങൾ തൽക്കാലത്തേക്ക് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ ഇനി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി പോകും. ഇത്രയും കാര്യങ്ങൾ മാത്രം ഓർത്തിരിക്കുക ഇന്ന് പഠിപ്പിച്ചത്. കാരണം ഇത് ഇതിൻ്റെ അടുത്ത അൽഗോരിതം കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത ക്ലാസ്സിൽ പിന്നെ പഠിപ്പിച്ചോളാം. ഇത്രയും നിങ്ങളുടെ ഒന്ന് മനസ്സിലിരിക്കുക. അതായത് എന്താണ് റൂട്ടിങ്ങിനകത്ത് വരുന്ന ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിംഗ് അൽഗോരിതം, അതിലെങ്ങനെയാണ് ഇനിഷ്യൽ റൂട്ടിംഗ് ടേബിൾ ഫോം ചെയ്യുന്നത്, ആ റൂട്ടിംഗ് ടേബിൾ എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത്, ആ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നു, അങ്ങനെ നമ്മൾ ഫൈനൽ റൂട്ടിംഗ് ടേബിൾ കണ്ടുപിടിക്കുന്നു. ഇനി അതുകൂടാതെ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഷെയറിംഗ് ഉണ്ട്, എങ്ങനെയൊക്കെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്, ട്രിഗേർഡ് അപ്ഡേറ്റും പീരിയോഡിക് അപ്ഡേറ്റും. അങ്ങനെയുള്ള ഡിസ്റ്റൻസ് വെക്ടർ അൽഗോരിതത്തിൽ വരാൻ ചാൻസ് ഉള്ള 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന് മെയിനായിട്ടെന്ന് പറയുന്നത് എന്താണ് 2 നോഡ് ഇൻസ്റ്റബിലിറ്റി, രണ്ടാമത്തെ 3 നോഡ് ഇൻസ്റ്റബിലിറ്റി.
2 നോഡ് ഇൻസ്റ്റബിലിറ്റി നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് മെത്തേഡുകളുണ്ട്, ഡിഫൈനിങ് ഇൻഫിനിറ്റിയും അതുപോലെ തന്നെ അല്ലാത്ത സ്പ്ലിറ്റ് ഹൊറൈസണും. അപ്പോൾ അതിനതുപോലെ തന്നെ 3 നോഡ് ഇൻസ്റ്റബിലിറ്റി എന്താണ് പ്രശ്നം. അപ്പം ഇങ്ങനെയുള്ള ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ ഇപ്പം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. മനസ്സിലായോ? ഇത്രയെങ്കിലും മനസ്സിലായോ? മനസ്സിലായി സർ.